PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഓഗസ്റ്റിൽ നടന്ന സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡിന്റെ ചോദ്യ പേപ്പറിലെ മലയാളം വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കുറവാണ്. കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ റീച്ച് ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ് അതിൻ്റെ PYQ നമ്മൾ 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളുടെ ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ അതിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. പറയുന്നു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 71ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം PSC പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് അല്ലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് കവയിത്രി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇത് നിങ്ങൾ കാണാപ്പാടമായിരിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏതെന്ന് നോക്കിയാൽ അത് ഇത് തന്നെയാണ്, കവയിത്രി എന്നാണ് പറയുന്നത്. ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം നോക്കുക. ശരിയായ വാക്യം ഏതെന്നാണ്. മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ അവശ്യ ഘടകങ്ങളാണ് വായുവും ജലവും എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. എന്തെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ എന്ന് ആലോചിക്കുക. മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ അവശ്യ ഘടകമാണ് അല്ലെ. ഒഴിച്ചുകൂടാൻ കഴിയാത്തത് എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്താപേക്ഷിതം എന്ന് നമുക്കറിയാം അല്ലെ. അടുത്തത്, അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കിയിരുന്നത് അല്ലെ. അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കുക, സി. ഭാര്യയെ അയാൾ സദാ എപ്പോഴും അല്ലെ. സദാ എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും എന്നാണ് മീനിങ്. ഭാര്യയെ അയാൾ സദാ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. അടുത്ത ഒരെണ്ണം നോക്കുക, അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. അപ്പൊ ഇത്രയും വായിച്ച കൂട്ടത്തിൽ ശരിക്കും ഇതിന് ആപ്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇതാണ്, അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്നാണ്. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം പരിഭാഷ എന്നാണ് അല്ലെ. നിഷയ്ക്ക് കോഫിയും ചായയും ഇഷ്ടമല്ല, നിഷയ്ക്ക് കോഫിയും ചായയും ഇഷ്ടമാണ്, നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം, നിഷയ്ക്ക് കോഫിയേക്കാൾ ചായയാണ് ഇഷ്ടം. നിഫ പ്രിഫേഴ്സ് കോഫി ടു ടീ. അവിടെ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം എന്നുള്ളതാണ് അല്ലെ. അതിൻ്റെ ശരിയായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നതാണ്. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്ന് പറഞ്ഞാൽ നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം എന്ന് പറയും അല്ലെ. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഒറ്റപ്പദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റപ്പദമാക്കുക. പൊക്കമുള്ളവനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? അംശു എന്ന് വിളിക്കുവോ, പ്രാംശു എന്ന് വിളിക്കുവോ, അംശുപതി എന്ന് വിളിക്കുവോ, അതോ ബഫ്രു എന്ന് വിളിക്കുവോ? പൊക്കമുള്ളവനെ നമ്മൾ പ്രാംശു എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഇതൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ്. പൊക്കമുള്ളവനെ നമ്മൾ പ്രാംശു എന്ന് വിളിക്കും. പൊക്കമുള്ളവനെ പ്രാംശു എന്ന് വിളിക്കും. അറിയാൻ പാടില്ലാത്തത് ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ അഗ്നി അല്ലെ. അഗ്നിയുടെ പര്യായമല്ലാത്തത് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അഗ്നിയുടെ പര്യായമല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഇതിൽ അഗ്രിമൻ ആണ് ആ പര്യായമല്ലാത്തത്. ബാക്കി ഇപ്പോൾ അനലൻ, അതേപോലെ വൈശ്വാനരൻ, ശിഖി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പര്യായമാണ്. അഗ്നിയുടെ പര്യായമല്ലാത്തത് അഗ്രിമൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. തിക്തം എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതമാണ് നമുക്കറിയേണ്ടത്. നമ്മളിപ്പോൾ ചിലർ പറയുന്ന കേട്ടില്ല, നീ അതിന്റെ തിക്തഫലം അനുഭവിക്കും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴാണ് തിക്തം എന്ന് പറയുന്നത് കയ്പാണ് അല്ലെ. കയ്പേറിയ എന്നാണ്. തിക്തം എന്ന് പറഞ്ഞാൽ കയ്പ്. അപ്പൊ കയ്പ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് മധുരം എന്നുള്ളതാണ്. അത് ഈ കൂട്ടത്തിലുണ്ടോ നോക്കുക. ഉണ്ട് അല്ലെ. ഓപ്ഷൻ ഡി അതാണ്. അപ്പൊ തിക്തം എന്ന് പറഞ്ഞാൽ കയ്പ് എന്നുള്ളതാണ്. മധുരം ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ഒരു ചോദ്യം നോക്കുക. ഉപ്പും ചോറും തിന്നുക, അതൊരു ശൈലിയാണ് അല്ലെ. ഉപ്പും ചോറും തിന്നുക, ഈ ശൈലിയുടെ അർത്ഥമെന്ത് എന്നാണ് ചോദിക്കുന്നത്. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? കറിയില്ലാതെ ചോറ് മാത്രം കഴിക്കുക എന്നാണോ? അല്ലെങ്കിൽ എന്താ, വാരി വലിച്ച് കഴിക്കുക എന്നാണോ? അതോ നന്ദി കാണിക്കുക എന്നാണോ? ആശ്രിതനായി കഴിയുക എന്നാണോ? നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഈ രണ്ടെണ്ണമാണല്ലോ. ഓപ്ഷൻ സിയും ഡിയും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നന്ദി കാണിക്കുക എന്നാണോ, ആശ്രിതനായി കഴിയുക എന്നാണോ? പക്ഷേ ഇവിടെ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആശ്രിതനായി കഴിയുക എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആശ്രിതനായി കഴിയുക എന്നുള്ളതാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കുക. സമാന പദങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ. സമാന പദങ്ങൾ കണ്ടെത്തുക. ഇവിടെ ന്യൂനം എന്നും
ന്യൂനം എന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ. ന്യൂനം എന്നും കൊടുത്തിട്ടുണ്ട്. ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവാണെന്ന് നമുക്ക് ഏറെക്കുറെ അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ അറിയാവുന്നവർക്ക് പിന്നെ കുറവ് വന്നിട്ടുള്ളത് 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അല്ലെ, എയും സിയും. ഇവിടെ അതില്ല, ഇവിടെയും വരുന്നുണ്ട് കുറവ്, പക്ഷെ അത് രണ്ടാമത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് എടുക്കണ്ട. ഇപ്പൊ ന്യൂനം എന്ന വാക്ക് കുറവ് എന്നുള്ള അവർക്കറിയാവുന്ന ഒരു രീതിയിൽ തട്ടി നിൽക്കും അല്ലെ, ഓപ്ഷൻ എയും സിയും. ഇവിടെ ശരിക്കും കറക്റ്റിന്റെ ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, കുറവ് അതുപോലെ നിശ്ചയം എന്നാണ്. ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവും, അതേപോലെ ന്യൂനം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നുള്ളതാണ് സമാന പദങ്ങൾ അല്ലെ. അപ്പൊ അടുത്ത ഒരു ചോദ്യം നോക്കുക, പുല്ലിംഗ പദമാണ്. പുല്ലിംഗ പദം സ്നുഷ അല്ലെ, സ്നുഷയുടെ പുല്ലിംഗ പദം എന്ന് പറയുന്നത് ജാമാതാവാണ്. അപ്പൊ സ്നുഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകളാണ്, അതേപോലെ ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകനാണ്. അപ്പോൾ നോക്കുക, ഈ പുല്ലിംഗ ശബ്ദവും സ്ത്രീലിംഗ ശബ്ദവും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ, അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ, ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകൻ എന്നാണ്. അടുത്ത ഒരു ചോദ്യം നോക്കുക, ലാസ്റ്റത്തെ ചോദ്യമാണ്, വാക്യം ചേർത്തെഴുതുക എന്നുള്ളതാണ് അല്ലെ. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതാണ് ഒന്നാമത്തെ വാക്യം. രണ്ടാമത്തെ വാക്യം, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഇത് രണ്ടും ചേർത്തെഴുതണമെന്നുള്ളതാണ്. അങ്ങനെ ചേർത്തെഴുതുമ്പോൾ കിട്ടുന്ന ഒരെണ്ണം നോക്കുക, ഓപ്ഷൻ എ എന്ന് പറയുന്നത് നോക്കുക. അത് പറയുന്നത് ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു അല്ലെ. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഇനി അടുത്ത ഓപ്ഷൻ ബി നോക്കുക, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നതിനാൽ ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു അല്ലെ. അടുത്ത സി നോക്കുക, ആശയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നുവെങ്കിലും ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തത് ഓപ്ഷൻ ഡി നോക്കുക, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലാതിരുന്നതിനാലാണ് ആശയ്ക്ക് വിശക്കുന്നത്. പക്ഷേ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇതിന് ചേരുന്നു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഓപ്ഷൻ എ ആണ്. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് അതേപോലെ മലയാളം ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ നിന്നുള്ള ഇംഗ്ലീഷ് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെയുള്ള മറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പ്രധാനം നിങ്ങളുടെ ലൈക്കാണ്. വീഡിയോ കാണുന്നത് മാത്രമേ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.